കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത. അപ്പോൾ തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്കുകൂടെ വായിക്കുന്നു. ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു തിരുവെഴുത്താണ്. കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമാണ്. ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഈ സകല ജലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഏത് മതവിഭാഗങ്ങളായിരിക്കട്ടെ, പിതാവായി ദൈവം അഥവാ കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും 2-ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് കുടുംബത്തിനാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കാതെ, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കാതെ, പരസ്പര സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും സ്വന്തം കുടുംബത്തിൽ ദൈവിക ഭവനത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാം. ഭാര്യമാര് ഭർത്താക്കന്മാരോട് അവിശ്വസ്തത കാണിക്കരുത്. ഭർത്താക്കന്മാർ ഭാര്യമാരോട് ബഹുഭാര്യത്വം പാടില്ല. യഥാർത്ഥ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് പുറത്തുള്ള എല്ലാ ബന്ധങ്ങളും അവിഹിത ജീവിതമാണ്. അത് തെറ്റാണ്. ബൈബിൾ അതിനെ തെറ്റെന്ന് പറയുന്നു. അത് ദൈവം അറയ്ക്കുന്നതാണ്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് പരിഭാവനമാണ്. അതിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും കുടുംബജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച്, വിശുദ്ധിക്ക് കോട്ടം വരാതെ, പിശാച് കയറി പ്രവർത്തിക്കാതെ, കുടുംബത്തിനകത്ത് സംശയങ്ങൾ ഉണ്ടാകാതെ അവരവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കണം. ഭാര്യ ഭർത്തൃ ജീവിതത്തിനകത്ത് വിശ്വസ്തതയുണ്ടെങ്കിൽ മാത്രമേ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത് സാത്താൻ പ്രവർത്തിക്കും. അല്ലെങ്കിൽ അനവധി കുടുംബങ്ങളെ നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അല്ലേ? അപ്പം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യയെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നുവെന്ന് എഫേസ്യ ലേഖനം 5:28 എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന അവിടെ തന്നെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി. ഇവിടെ സ്നേഹത്തിനകത്ത് വിള്ളൽ വരാൻ പാടില്ല. യാതൊരുവിധ വിള്ളലും വരാതെ സ്നേഹം എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം, അതൊരു ദൈവകൃപയാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും അപ്പോസ്തലൻ അയക്കുന്ന പൗലോസ് ഒരു വലിയ ആലോചനയാണ് നൽകുന്നത്. ഹല്ലേലൂയ. ഭാര്യമാരെ നോക്കിയിട്ട് പറയാ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി വരുന്ന, ഭർത്താക്കന്മാരെ നോക്കിയിട്ട് പറയാ ഭാര്യമാരെ സ്നേഹിപ്പാൻ. ഹല്ലേലൂയ. കുടുംബജീവിതത്തെ കെട്ടി ഉയർത്തുന്നത് അനുസരണവും സ്നേഹവും ആ വിശ്വസ്തതയുള്ള ജീവിതമാണ്. പല കുടുംബങ്ങളും ഛിന്ന ഭിന്നമായി മാറി, പല കുടുംബങ്ങളും തകർന്നു, പല കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ അവിശ്വസ്തരാണ്, വഞ്ചിക്കപ്പെടുന്നു. ഹല്ലേലൂയ. യൗവനത്തിലെ ഭാര്യയോടൊപ്പം, യൗവനത്തിലെ ഭർത്താവിനോടൊപ്പം മറ്റ് സ്ത്രീകൾ നമ്മുടെ കിടക്ക പങ്കിടാൻ പാടില്ല. മറ്റു പുരുഷന്മാർ നമ്മുടെ കിടക്ക പങ്കിടാൻ പാടില്ല. അത് പാപമാണ്. അതിനെ വ്യഭിചാരം എന്ന് പറയും. വേദപുസ്തകം പറയുന്നതിന് വ്യഭിചാരം എന്നാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ ക്രൈസ്തവ വിശ്വാസികളും പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിഭാവനമായി കർത്താവിനെന്ന പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അനവധി കുടുംബങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. അനവധി വ്യക്തികളെ നമുക്ക് പേരെടുത്ത് പറയാനുണ്ട്. പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ആരും പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട്, ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ചുറ്റുവട്ടത്ത്
നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. കുടുംബജീവിതത്തെ തകർക്കുവാൻ, ഭാര്യ ഭർത്താക്കന്മാരെ തകർക്കുവാൻ ഇന്നത്തെ ഏറ്റവും വലിയ മാർഗമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ മെസ്സഞ്ചർ, യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. അത് നല്ലതാണ്. പക്ഷെ അത് വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരും ചതിക്കപ്പെടത്തില്ല, അല്ലെങ്കിൽ ചതിക്കപ്പെടും. അല്ലെങ്കിൽ അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രൈസലോ, ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് അല്ലേലൂയ, ഫ്രൈസ് ഭർത്താക്കന്മാരെ സ്നേഹിപ്പാൻ, അല്ലേലൂയ, ആമേൻ, ദൈവത്തിനും പറയുക. ഈ വാക്യങ്ങളിൽ ഭർത്താക്കന്മാർക്കുള്ള പ്രബോധനം രേഖപ്പെടുത്തി നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിനെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ആരംഭിക്കുക, രക്തം ചെയ്യണം. അല്ലേലൂയ. എന്നാൽ ഭാര്യയുടെ അനുസരണത്തിന് മാതൃകയായി സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നത് പോലെ, അല്ലേലൂയ, അല്ലേലൂയ, നാം ദൈവത്തിന് പരസ്പരം കീഴടങ്ങിയിരിക്കണം. അല്ലേലൂയ. ഭർത്താവിന് മാതൃകയാണ് ക്രിസ്തുവാണ്. ഭർത്താക്കന്മാർക്ക് മാതൃക ക്രിസ്തുവാണ്. അല്ലേ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ജീവൻ വെച്ചു കൊടുത്തതുപോലെ നാമും പരസ്പരം, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ജീവൻ വെച്ചു കൊടുത്ത് മരണം വരെ വിശ്വസത കാത്തു പുലർത്തണം. നമ്മൾ വിവാഹ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഉഭയസമ്മതമൊക്കെ ചൊല്ലിക്കൊടുക്കും, പറയുന്നുണ്ട് മരണത്താൽ വേർപിടിവിക്കുന്നിടം വരെ ഭാര്യ ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കാൻ പാടില്ലെന്ന്. പക്ഷെ പല ഉഭയസമ്മതവും, ആ ഉഭയസമ്മതത്തിൽ അവർ തീരുമാനം എടുക്കുന്നെങ്കിലും പിന്നീട് വഞ്ചിക്കപ്പെടുന്നു. കാരണം പിശാച് പല കുടുംബത്തിലും പ്രവർത്തിക്കുന്നു. പല വീട്ടിലും അല്ലെങ്കിൽ അസ്വസ്ഥതയാണ്, പ്രശ്നങ്ങളാണ്. പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വഞ്ചനയാണ്. അല്ലെങ്കിൽ അതൊരു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി, ക്രിസ്തു തന്റെ മണവാട്ടിക്ക് വേണ്ടി ജീവൻ വെച്ച് കൊടുത്തതുപോലെ എന്നെ കേൾക്കുന്ന ഈ സഹോദരന്മാരെയും സൗര്യന്മാരെയും നിങ്ങൾ പരസ്പരം ദൈവത്തോട് വിശ്വസ്തയുള്ളവരായി വഞ്ചിക്കപ്പെടാതെ നിങ്ങൾ സ്നേഹിക്കുക, സ്നേഹം കൊടുത്ത് ജീവിക്കണം. അപ്പൊ ഭർത്താവിന് ഒരു ഭാര്യയും, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് മാത്രമേ പാടുള്ളൂ. ഭർത്താവിന് ഒരു ഭാര്യ, രണ്ട് ഭാര്യ പാടില്ല. ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, രണ്ട് ഭർത്താവ് പാടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ലോകത്തിൽ നോക്കിയാട്ട് പരിഭാവനമായി, സത്യശബ്ദമായി, ശുദ്ധമായി ജീവിക്കുന്നുവെന്ന നാട്ടുകാരുടെ മുമ്പിൽ വീമ്പിളക്കുന്ന അനവധി കുടുംബങ്ങൾക്കകത്ത് ബഹുവായുത്തമാണ് ഒക്കെ ദൈവം അറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം വേദപുസ്തകം കുടുംബത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ദൈവവചനം ശക്തമായിട്ടാണ് ഇതിനെക്കുറിച്ച് പ്രബോധനം നൽകുന്നത്. ആദാമിന്റെ പാർശ്വത്തിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ പിളർന്ന പാർശ്വത്തിൽ നിന്നാണ് സഭ സൃഷ്ടിക്കപ്പെടുന്നത്. ആദാമിന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ച് ആദമിന് തക്കെ തുണയെ കൊടുത്തതുപോലെ ക്രിസ്തു തന്റെ മണവാട്ടി സഭയെ തന്റെ വിലാപ്പുറം കുത്തി തുറന്ന് തന്റെ വിലാപ്പുറത്തുനിന്നൊഴുകി അവസാന തുള്ളി രക്തത്താൽ കഴുകി വെടിപ്പാക്കി എടുത്തതാണ് കർത്താവിന്റെ മണവാട്ടി സഭ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ. നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ കുടുംബജീവിത മാതൃക. കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ ഒരു സഹോദരൻ കോഴിക്കോട്ട് നിന്ന് വിളിച്ചു. ആ സഹോദരന് ഏകദേശം 23 വയസ്സുണ്ട്. എന്റെ ഫ്രണ്ടൊക്കെയാണ്, ഫേസ്ബുക്ക് ഫ്രണ്ട്, എന്റെ അടുത്ത് പറയുന്നില്ല. അദ്ദേഹത്തിന് വളരെ ദുഃഖം എന്ന് പറയുന്നത്, അവർ കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയ്ക്ക് മറ്റൊരു അവിഹിത ബന്ധം, മറ്റൊരു കാമുകൻ, അത് കുടുംബത്തിനകത്ത് വളരെ പ്രശ്നമായി, പ്രതിസന്ധിയായി. സമാധാനമില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുന്ന നിലവിളിക്കുന്ന ഒരു മകന്റെ ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കൂടെ. ഞാൻ വളരെ ആ മകനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർത്തു നോക്കിയ കുടുംബത്തെ തകർക്കുന്ന സാത്താന്യ ശക്തികൾ, കുടുംബജീവിതത്തിനകത്ത് ഭിന്നത കൂടുന്ന പൈശാചിക ശക്തികൾ, കുടുംബജീവിതത്തെ തകർക്കുന്ന ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, കുടുംബം ദൈവത്താൽ പണിതെടുക്കണം. രക്തം ചെയ്യും. അതിനകത്ത് യാതൊരു വിള്ളലും ഉണ്ടാകരുത്. ഭാര്യ ഭർത്താവിനോട് ചേർന്നിരിക്കണം, ഭർത്താവ് ഭാര്യയോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് അതൊരു കുടുംബമായി മാറുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ എന്ന് വായിക്കുമ്പോൾ കാണാൻ കഴിയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ
സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള യേശുവിനെ കുറിച്ച് പറയുക. അല്ലേലിയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കറ, ചുളുക്കം, അല്ലേലിയ മുതലായ ഒന്നുമില്ലാതെ നാം ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കണം. ഭൂമിയിൽ കുടുംബം എന്ന് പറയുന്നത്, കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ, മണവാട്ടി സഭയെ വെളികഴിക്കുവാൻ പോകുന്നതിന്റെ ഒരു അടയാളമാണ് ഭൂമിയിലെ വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത്. അല്ലേലിയ. അവിടെ വിശ്വസ്തതയാണ് ഏറ്റവും വലുത്. അപ്പോൾ ദൈവത്തിന്റെ വചനം അത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ഭാര്യമാരുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത് ബൈബിൾ വിവാഹ ജീവിതത്തിന് ഒരു മാനുവേലാണെന്നാണ് അല്ലേലിയ പറയുന്നത്. പ്രൈസലോ. കാരണം കുടുംബജീവിതം, വിവാഹം, അതിന്റെ പവിത്രത, അവർക്കുള്ള ദൈവിക നിയമങ്ങൾ എന്നിവയെല്ലാം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും അതിനകത്തെ പരിപാലനത്തെക്കുറിച്ചും പവിത്രതയെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒറ്റ പുസ്തകം ഉണ്ടെങ്കിൽ ബൈബിളാണ്. അല്ലേലൂയ. ഇവിടെ ഭാര്യമാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഭാര്യമാരുടെ കർത്തവ്യങ്ങൾ പൗലോസ് പറയുന്നു. ഭാര്യയുടെ തല ഭർത്താവാണ്, ഭർത്താവിന്റെ തല ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണ്. അതോട് കീഴ്പ്പെടണം. പിതാവിന് പുത്രനായ യേശു കീഴ്പ്പെട്ടതുപോലെ. അല്ലേലൂയ. യേശു ക്രിസ്തുവിന് നാം പുരുഷന്മാർ കീഴ്പ്പെട്ട, ഭാര്യമാർ പുരുഷന്മാർ കീഴ്പ്പെടണം. അപ്പം പരസ്പരം ബഹുമാനവും അനുസരണം കീഴ്പ്പെടലുമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അല്ലേലൂയ. ഇവിടെ ദൈവത്തിനും സാമൂഹികമായ ജീവിതത്തിന്റെ കെട്ടുറപ്പിന് ഭരണവും കീഴടങ്ങലും ആവശ്യമാണ്. ഭാര്യയെ കീഴ്പ്പെടുത്തുന്നതിന് ഭർത്താവ് തയ്യാറാകരുത്. ചില വീട്ടിൽ ഭാര്യമാരെ കീഴ്പ്പെടുത്തിയ ചില ആണുങ്ങൾ, ചില വീട്ടിനകത്ത് ഭാര്യമാര് ഭർത്താക്കന്മാരെ കീഴ്പ്പെടുത്തിയ, അല്ലെ ചില വീടുകളിൽ ചെന്നാൽ ഭർത്താക്കന്മാർക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, വാ വിളിക്കാൻ പറ്റത്തില്ല. ചില വീട്ടിൽ ചെന്ന ഭാര്യമാർക്കും അങ്ങനെ. അതുകൊണ്ട് അങ്ങനെയാകരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതം എന്ന് പരസ്പര അഭിപ്രായങ്ങൾ പറഞ്ഞ് പരസ്പര സ്നേഹത്തോടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സ്നേഹത്താൽ നിങ്ങൾ മുന്നോട്ട് പോകണം. സ്നേഹമാണ് ഏറ്റവും വലുത്. അല്ലേലിയ. അല്പം മദ്യപാനം കുടിച്ചിട്ട് വന്ന് ഭാര്യയെ സ്നേഹിക്കുന്നതല്ല, അല്പം ലഹരിക്കടിമയായി വരും ഭാര്യയെ സ്നേഹിക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. അല്ലേലിയ. സുബോധത്തോടു കൂടിയുള്ള സ്നേഹമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പല ഭർത്താക്കന്മാർക്കും അല്പം മദ്യം ചെന്ന്, പല പുരുഷന്മാർക്കും മദ്യം ചെന്ന് കഴിയുമ്പോഴാണ് പിന്നെ സ്നേഹം കൂടുന്നത്. ആ സ്നേഹം ആ മദ്യത്തിന്റെ കെട്ട് കഴിയുമ്പോൾ അവിടെ തീരുകയാണ്. അല്ലേലിയ. പിന്നെ അവർ അവരുടെ വീട്ടിൽ കലശല. അങ്ങനെയല്ല സ്നേഹിത. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ചതാണ്. കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ്. ആദാമിനെയും ഔവയും കുടുംബമായി ചേർത്തത് ദൈവമാണ്. ആദാമിന്റെയും ഔവയുടെയും വിവാഹം നടത്തിക്കൊടുത്തതും ദൈവമാണ്. അതിനകത്ത് വളരെ പവിത്രതയുണ്ടായിരുന്നു, പരിഭാവനമായിരുന്നു. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവത്താൽ പണിയണം, രക്തം ചെയ്യണം. പ്രൈസലോ. ഈ ലോകം പൈശാചികമായ ശക്തികളുടെ കയ്യിലാണ് കിടക്കുന്നത്. ഈ ലോകം സാത്താന്യ ശക്തികളുടെ കയ്യിലാണ് കിടക്കുന്നത്. അവനേത് കുടുംബത്തെയും തകർക്കുവാൻ ചട്ടം കെട്ടിയിരിക്കുക. അതിന്റെ നടുവിലാണ് എന്നെ കേൾക്കുന്ന പ്രൈസലിക്കത. ദൈവം തന്റെ ജനത്തെ വേർതിരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞ് ദൈവം ഭാര്യ ഭർത്താക്കന്മാരായി ചേർത്ത് ഭൂമിയിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനാ. അല്ലേലിയ. അതുകൊണ്ട് ഓരോ ദൈവമക്കളും എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണമെന്നാണ് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയുന്നത്. എന്താ? ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കിക്കളയണം. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് വെളിയിൽ, അല്ലേലിയ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന സകലവിധ അശുദ്ധി നീക്കിക്കളയണം. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷം നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം നിങ്ങൾ പണിതാൽ അത് നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കും. അല്ലേലിയ. നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കും. നിങ്ങളുടെ മക്കളെ മാതൃക പിന്തുടരും. അല്ലേലിയ.
അവർ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ രീതി കണ്ട്, നിങ്ങൾ ജീവിച്ചത് കണ്ട് അവർ ജീവിക്കും, നിങ്ങൾക്ക് സന്തോഷമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, കുടുംബജീവിതം സന്തോഷകരമായി മാറട്ടെ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറഞ്ഞ സഭയുടെ തല ക്രിസ്തു എന്ന പോലെ ഭാര്യയുടെ തല ഭർത്താവായിരിക്കണമെന്ന് പറയുക. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പൗലോസ് ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുന്ന അനവധി സംഭവങ്ങളെ കണ്ടിട്ട് പൗലോസിന്റെ ഉള്ളിൽ ആത്മാവ് ആമേലിയ വെളിപ്പെടുത്തി കൊടുത്ത വചനമാണ് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടിയതായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ക്രിസ്തു ഉണ്ടായിരിക്കണം, യേശു ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്നേഹം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സകല മാനുഷിക ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ്. സകല മാനുഷിക ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ്. ഹല്ലേലൂയ. കുടുംബത്തിൽ സ്നേഹവും ഐക്യതയും നിറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായും ആ കുടുംബം ഒരു സ്വർഗമായി മാറും. കുടുംബത്തിനകത്ത് ഐക്യതയും സമാധാനവും. ഹല്ലേലൂയ. ഞാൻ ചില ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില വിഷയങ്ങളൊക്കെ തീർക്കാറുണ്ട്. വിഷയം തീർക്കാൻ വേണ്ടി പോകുന്നത് ചെല്ലുമ്പോൾ നടക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ, വിശ്വാസികളാണ്, ഭക്തരൊക്കെയാണ്. ഭാര്യ ഒന്ന് പറയും, ഭർത്താവ് നാല് പറയും. ഭർത്താവ് എന്ന് പറയാൻ ഭാര്യ എന്ത് ഇരട്ടി പറയും. പരസ്പരം കൊമ്പു കോർക്കുന്ന അനുഭവങ്ങൾ, പരസ്പരം വെല്ലുവിളിക്കുന്ന അനുഭവങ്ങൾ, അതൊക്കെ നരകമാ കുടുംബമൊക്കെ. ഹല്ലേലൂയ. ജീവിത വിശുദ്ധി നശിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവിശ്വസ്തരായി വിശ്വാസവഞ്ചന ചെയ്ത് ജീവിക്കുന്ന സകല കുടുംബങ്ങൾക്കകത്തും വ്യാപരിക്കുന്ന സാത്താന. അത് സാത്താന്റെ ഭവനമാണ്. അവിടെ അശുദ്ധിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, സ്നേഹവും ഐക്യതയും കുടുംബത്തിനകത്ത് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരും. അപ്പൊ ദൈവസാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം. മരണം വരെ ഭർത്താവിനെ വഞ്ചിക്കാതെ, മരണം വരെ ഭാര്യയെ വഞ്ചിക്കരുത്. മറ്റു മോഹങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഭാര്യ ജീവനോടെ ഇരിക്കുമ്പോൾ, ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള മോഹം നിന്റെ ഉള്ളിലുണ്ടാകരുത്. അങ്ങനെ മോഹം ഉണ്ടായ മോഹം ഹല്ലേലൂയ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന് ഈ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഭാര്യയുടെ ഉള്ളിൽ കടന്നുകൂടുന്ന മോഹമാണ്. മോഹം എന്ന് പറയുന്നത് പിശാചിനാൽ വരുത്തുന്ന അനവധി മോഹമുണ്ട്. സാത്താൻ കൊണ്ടുവരുന്ന ഒരുപാട് മോഹങ്ങളുണ്ട്. അങ്ങനെ സാത്താൻ കൊണ്ടുവരുന്ന മോഹങ്ങളെല്ലാം പാപത്തിലേക്ക് വീഴും. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബജീവിതം പരിഭാവനമായി. ഇന്ന് കുടുംബജീവിതം നയിക്കുന്നവരും ഹല്ലേലൂയ, കുടുംബജീവിതം നയിക്കുന്നവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരും പറയട്ടെ, ജീവിതത്തിൽ നിങ്ങൾ കുടുംബസ്ഥരായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം കടപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കണം. ഹല്ലേലൂയ. അനവധി ഭാര്യമാരുടെ ഭർത്താക്കന്മാരാകാൻ ശ്രമിക്കരുത്. അനവധി ഭർത്താക്കന്മാരുടെ ഭാര്യമാരാകാൻ ശ്രമിക്കരുത്. ഇന്ന് പലർക്കൊക്കെ 3-4 ഭാര്യമാരാണ്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഇതെല്ലാം സാത്താന്റെ തന്ത്രങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയണം. കുടുംബത്തിന്റെ സമാധാനം കെടുത്തിക്കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തം ചെയ്യണം. ഒരു കുടുംബത്തിനകത്ത് എന്ത് ചെയ്യാൻ? ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെ ഇത് കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് ചില കാര്യങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. പത്രോസിന്റെ ലേഖനം വായിക്കും, കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോഴും അത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. ഓരോ ആമി ശരീരങ്ങളും ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിക്കണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ശരീരം അവർ ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ഹല്ലേലൂയ. റോമലേഖനം 12 വായിച്ചത്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണമെന്നാണ്. അത് കുടുംബത്തിലാണ് ആരംഭിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാരിലാണ് ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങൾ
അവിഹിത ബന്ധത്തിൽ പല പുരുഷന്മാരും പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതും ചാറ്റുന്നതും സ്നേഹിക്കുന്നതും നിങ്ങളുടെ മക്കൾ കണ്ടു വളരുമ്പോൾ അവരും വളർന്നു വരുമ്പോൾ അവരും അതേ പാത പിന്തുടരും എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ചിലരോടൊക്കെ പറയുമ്പോൾ അവർ പറയും, പക്ഷേ ഇവിടെ നമ്മൾ ജീവിക്കും, ഈ ഭൂമി ജീവിക്കും, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, നമ്മൾ ഒന്നിനോടും മാറി നിൽക്കണം, എല്ലാം നമുക്ക് അനുഭവിക്കാനാണ്. അതെല്ലാം നീ അനുഭവിച്ചു, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു, അവസാനം നരകത്തിൽ ചെന്ന് കരഞ്ഞു വിളിച്ച് ജീവിക്കാം, അല്ലേ? ഇവിടെ നീ അടിച്ചു പൊളിച്ച് ഇവിടെ നിന്റെ ഇഷ്ടപ്രകാരം സൂര്യവലുപ ജീവിതം നയിച്ച നരകത്തിൽ ചെന്ന് നീ കരഞ്ഞു നിലവിളിക്കേണ്ടി വരും, അല്ലേ? എന്നാൽ ഇവിടെ നീ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ഒരാശ്വത്തിനും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒരാവിഹിത ബന്ധത്തിൽ ജീവിക്കുന്നതിനും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ദൈവരാജ്യം വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പരിഭാവനമാണ്, അല്ലേരിയ. അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ, കെരൂബുകൾ, സാറാബുകൾ, വിശുദ്ധന്മാരുടെ സംഘം അവിടെ, അല്ലേരിയ. അവിടെ ഒരു അശ്വത്തിനും പ്രവേശിക്കാൻ കഴിയില്ലെന്നേ. ഇവിടെ ദൈവത്തിന് ഇന്ന് അനേക കുടുംബങ്ങളിൽ കാണപ്പെടുന്ന അവസ്ഥ എന്താണ്? സ്നേഹക്കുറവിനാൽ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ഇളകുന്നു. അനവധി കുടുംബങ്ങൾക്കകത്തും പരസ്പര സ്നേഹമില്ലാതെ, അല്ലേലിയ, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു. എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിലേക്ക് പോയത്. കുടുംബജീവിതത്തിനകത്ത് അവിശ്വസ്തത വന്നതിന്റെ മുഖാന്തരം എത്രയോ സഹോദരന്മാരാണ് താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ട് ജയിലിൽ ഇരുമ്പഴി എന്നുള്ളത്, അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരാഴ്ച ഉണ്ടല്ലോ, അല്ലേലിയ, അത് കാത്തു സൂക്ഷിക്കണം, അല്ലേലിയ. അത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം, അല്ലേലിയ. അപ്പൊ കുടുംബജീവിതത്തിന് അടിസ്ഥാനം വിളക്കുന്ന കോപവും വിദ്വേഷവും നിറഞ്ഞ വാക്കുകൾ, എന്നാൽ ആ വാക്കുകളെ നീക്കിക്കളയണം. കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കോപവും വിദ്വേഷവും നിറഞ്ഞ വാക്കുകൾ, അല്ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷന്മാരെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാ. മൊബൈൽ എല്ലാവരുടെ കയ്യിലും ഈ ആൻഡ്രോയിഡ് മൊബൈലാണ്. ഭർത്താവിന്റെ ഫോണ് ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ കഴിയണം, അവരുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഭാര്യയുടെ ഫോണ് ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കും എടുക്കാൻ കഴിയണം. അതിനകത്ത് പവിത്രത ഉണ്ടായിരിക്കണം, അതിനകത്ത് വലിയ വിശ്വാസം ഉണ്ടായിരിക്കണം. ചിലരൊക്കെ ഫോൺ വരുമ്പോൾ, ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില സഹോദരിമാരൊക്കെ ഫോൺ വരുമ്പോൾ അത് എടുത്തുകൊണ്ട് ഓടും. ചില സഹോദരന്മാർക്ക് ഫോൺ വരുമ്പോഴത്തേനും അവരത് എടുത്തുള്ളൂ. ഭാര്യ കേൾക്കാൻ പാടില്ല, ഭാര്യ കേൾക്കാൻ പാടില്ല, സഹോദരിമാർക്ക് ഭർത്താവ് കേൾക്കുക. കാരണം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പലരിലും പെരുകുന്നു. അതുമുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങളുള്ള വീടുകളിൽ ഞങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പല കുടുംബങ്ങളും യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് സന്തോഷിക്കണം, ജീവിതം എന്നൊക്കെ പറയുന്ന ആഘോഷിക്കണം, ജീവിതം എന്നൊക്കെ പറഞ്ഞ ആസ്വദിക്കണം. പക്ഷെ ദൈവത്തിൽ നിന്നായിരിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ യഥാർത്ഥ കുടുംബജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസർ. അല്ലാത്തതൊക്കെ തകർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ കുടുംബജീവിതത്തിനകത്തെ കോപവും വിദ്വേഷവും നിറഞ്ഞ വാക്കുകൾ അധികാരം നടത്താൻ പാടില്ല. ഇതിനാൽ തകർന്നുപോയ കുടുംബങ്ങൾ, ധാരാളം പിരിഞ്ഞുപോയ ബന്ധങ്ങൾ, അല്ലേരിയ. ഇതിനാൽ തകർന്നുപോയ അനവധി കുടുംബങ്ങൾ, പിരിഞ്ഞുപോയ ബന്ധങ്ങൾ, അല്ലേരിയ. ഒരുപാട്, അല്ലേരിയ, പിരിഞ്ഞുപോയ ബന്ധങ്ങൾ. അതിനെ പറയുന്നത് പിരിഞ്ഞുപോയ, നിന്നുപോയ ഉറവുകൾ. കയ്പ് നിറഞ്ഞ വിവാഹ മോചനം സംഭവിച്ചുകൊണ്ടിരിക്കുക. പല വിവാഹ മോചനവും കയ്പ് നിറഞ്ഞതാണ്, അല്ലേലിയ. പ്രിയ സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞാൽ പിന്നെ വിവാഹമോചനത്തിന് വേണ്ടി ജീവിക്കരുത്. പരസ്പരം കീഴ്പ്പെടുന്നതാണ് ജീവിതം, അനുസരിക്കുന്നതാണ്, ദൈവഭയമാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ വിവാഹമോചനം ഉണ്ടാകത്തില്ല. അവർ മരണം വരെ ജീവിത പങ്കാളികളായിരിക്കും, മരണം വരെ ജീവിത പങ്കാളികളായിരിക്കും. ഒരുപക്ഷെ ഈ വചനമൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, നല്ലൊരു ശതമാനം ചിലർ ഇഷ്ടപ്പെട്ടില്ല. കാരണം ജീവിതം അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലാണ്, അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അതുപോലെ തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കീഴ്പ്പെടൽ എന്ന് പൗലോസ് പറയുന്നത്. എന്നാൽ ഭാര്യ കീഴ്പ്പെടാതിരിക്കുകയോ ഭർത്താവ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുവാൻ പാടില്ല. ഭാര്യ കീഴ്പ്പെടാതിരിക്കുകയോ ഭർത്താവ് കീഴ്പ്പെടുത്തുവാനോ പാടില്ല. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ, ഞാനും എന്റെ വൈഫും ഉണ്ട് ആ കാലഘട്ടത്തിൽ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ സഹോദരൻ ഭാര്യയുടെ തലമുടി കുത്ത് പിടിച്ച് ചുറ്റിപ്പിടിച്ചിട്ട് പുറത്തിരിക്കുക.
ഇവിടെ ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടു. രണ്ടുപേരെയും പിടിച്ചു മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ആ സഹോദരിക്ക് വീണ്ടും പെട്ടെന്ന് കോപം കയറി. വീണ്ടും സൗകര്യം പറഞ്ഞത് പിന്നെ സൗകര്യത്തിന് പിന്നെ ഇടിക്കുന്നത് കണ്ടു. നമ്മൾ പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കുടുംബമല്ലേ, അങ്ങനെ ആകരുത്. കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പണിയണം. ലേരിയ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ, സദൃശ്യവാക്യം 9-ാം അധ്യായം വായിക്കുമ്പോൾ, സദൃശ്യവാക്യം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അല്ലേരിയ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. അല്ലേരിയ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം, ജ്ഞാനമായവൾ തനിക്ക് വീട് പണിയുന്നു, അതിന് 7 തൂൺ തീർത്തോന്ന. അല്ലേരിയ എന്ന് പറഞ്ഞ ജ്ഞാനത്തിന്റെയും പോഷത്വത്തിന്റെയും ലക്ഷണങ്ങൾ, കാരണങ്ങൾ അല്ലേരിയ അതിനെക്കുറിച്ചിവിടെ വെളിപ്പെടുത്തുകയാണ്. ജ്ഞാനം ഒരു മഹതിയെ പോലെ ഘോഷണയും അജ്ഞന്മാരും അല്ലയ വെളിപ്പെടുത്തുകയാണ്. ജ്ഞാനം ഒരു മഹതിയെ പോലെ വെളിപ്പെടുമ്പോൾ ഭോഷന്മാർ അവരുടെ അജ്ഞാനകാലത്തെ കുറിച്ചുള്ള ആ ജീവിതശൈലിയുടെ കടന്നു പോവുകയാണ്. പരിഹാസി ശാസിക്കപ്പെടുമ്പോൾ കൈപ്പോടും പകയോടും കൂടി എന്നെ പ്രതികരിക്കുന്നു. എന്നാൽ ജ്ഞാനി അവയെ സ്വാഗതം ചെയ്യുകയും അതുമൂലം തന്റെ വിവേകം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അല്ലേലിയ അപ്പൊ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ ജ്ഞാനത്തോടെ ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിയുന്നു. അപ്പം ജ്ഞാനത്തെ ഒരു സ്ത്രീയോട് ചേർത്ത് പഠിപ്പിക്കുക. അവൾ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കണം. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുത്താനും ഭർത്താവ് ഭാര്യയെ കീഴ്പ്പെടുത്തുന്ന നല്ല ജീവിതം. രണ്ടുപേരും പരസ്പരം സഹിക്കുന്നത്. അതായത് ഒരുവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന അവിഹിതമായ സുഖങ്ങൾ, ഒരുവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന അവിഹിതമായ സുഖങ്ങൾ അഥവാ പാതാളത്തിന്റെ ആഴത്തിലേക്ക് അതിനെ നയിക്കുന്ന സുഖവാസ കേന്ദ്രങ്ങളാണ്. അല്ലേരിയ ഈ അവിഹിത ജീവിതം എന്നൊക്കെ പറയുന്നത് ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു ഒക്കെ, അത് പാതാളത്തിലേക്ക് നിങ്ങൾ നയിക്കുന്ന സുഖവാസ കേന്ദ്രങ്ങളായിട്ട് മാറുക. എന്നെ കേൾക്കുന്ന പ്രശ്നം, നരകം എന്ന് പറയുന്നത് സുഖവാസ കേന്ദ്രമാണ്. ഈ ഭൂമി നിങ്ങൾ പാപം ചെയ്യുമ്പോൾ അത് സുഖവാസ കേന്ദ്രമായിട്ട് തോന്നി, ഇവിടുത്തെ സന്തോഷമെന്ന് തോന്നിയാൽ നരകം കണ്ണുനീരും കഷ്ടതയും നിറയുക. അവിടെ ചെന്ന് കിടന്ന് ഈ കഷ്ടത നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എൻ്റെ ഒരു അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഈ ഒരു വിധത്തിൽ ഓർമ്മ. അപ്പൊ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തന്റെ വീട് പണിയുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ എന്ത് ചെയ്യുന്നു? തന്റെ വീട് പണിയുന്നു. അല്ലേലിയ സദൃശവാക്യം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഫോഷനും ജ്ഞാനിയും തമ്മിലൊരു താരതമ്യ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഫോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. അല്ലേലിയ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ, ദൈവത്തെ അറിഞ്ഞവർ, ദൈവഹിതത്തിൽ ജീവിക്കുന്നവർ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ക്രിസ്തുവിന് ജനിച്ചവർ, ആ ക്രിസ്തു ജനിച്ച ജ്ഞാനമുള്ള സ്ത്രീ, അവൾ വീട് പണിതെടുക്കും. വീട് സന്തോഷത്തോടെ പണിതെടുക്കും. ആ കുടുംബത്തിനകത്ത് നിലവിളിയോ കയ്പോ കോപമോ ഒന്നും ഉണ്ടാകുന്നില്ല. അവരുടെ വിഷയങ്ങൾ അവർ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് പുറത്ത് അറിയിക്കാതെ അകത്ത് തന്നെ ആ വിഷയം തീർക്കും. എന്നാൽ ഫോഷത്വമുള്ളവൾ എന്ത് ചെയ്യും? അവളുടെ കുടുംബം അവള് തന്നെ പൊളിച്ചു കളയുക. ഫോഷത്വമായവളുടെ ജീവിതത്തിൽ വന്ന അവിഹിത ജീവിത മുഖാന്തരം എത്രയോ കുടുംബങ്ങൾ തകർന്ന്, എത്രയോ കുടുംബങ്ങൾ ഛിന്നഭിന്നമായി, മക്കൾ വീട് വിട്ട് പോകേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അല്ലേലിയ ഫോഷത്വമായവൾ തന്റെ കുടുംബത്തെ പൊളിച്ചു കളയും. അല്ലേലിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഖസ്തുതിയും ചക്രവാക്കും ഒക്കെ പറഞ്ഞ് നിന്നെ വശീകരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നീ ആ വശീകരണ വലയിൽ അകപ്പെട്ടു പോകരുത്. ഭർത്താക്കന്മാരും ഭാര്യമാരും സൂക്ഷിക്കുക. ലേരിയ ഭർത്താക്കന്മാരും ഭാര്യമാരും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കണ്ട. പണ്ടൊക്കെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞാല്, പരസ്പരം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. താൽക്കാലിക സുഖത്തിന് വേണ്ടി നിന്റെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയരുത്. താൽക്കാലികമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിന്റെ തലമുറയെ നീ നശിപ്പിച്ച് കളയരുത്. പോഷത്വമായ നിന്റെ കൈകൾ കൊണ്ട് നിന്റെ വീട് നീ പൊളിച്ചു കളയും. ജീവിതം, കുടുംബത്തെ നീ പൊളിച്ചു കളയരുത്. അല്ലേലിയ ജ്ഞാനത്തോടെ നീ വീട് പണിയണം, രക്തം ചെയ്യും. അല്ലേലിയ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ ഈ സങ്കീർത്തന പുസ്തകം അല്ലേലിയ
127 വരുമ്പോൾ അവർ കാണുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. എന്നിട്ട് ദൈവത്തിന് പറയാം, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനപ്രയത്നിച്ച് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. തന്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നുവെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യഹോവ വീട് പണിയണം. നിങ്ങളുടെ വീട് ആര് പണിയണം? യഹോവ പണിയണം. പരപുരുഷന്മാരല്ല നിന്റെ കുടുംബത്തിൽ വീട് പണിയണം. നിന്റെ കുടുംബത്തെ നയിക്കുന്നത്, നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് അല്ലെ പരപുരുഷന്മാരല്ല. നിന്റെ കുടുംബത്തെ പണിയേണ്ടത് ദൈവമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ ഹല്ലേലൂയ പണിയുന്നവൻ ഹല്ലേലൂയ വൃഥ അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കുടുംബം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകരുത്. കുടുംബം ഹല്ലേലൂയ സന്തോഷത്തെ നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മുപ്പിരിച്ചേട് ഹല്ലേലൂയ വേഗത്തിൽ അറ്റുപോകുകയില്ല. ഭാര്യയും ഭർത്താവും ഹല്ലേലൂയ ചേർന്ന് വീട് പണിയുമ്പോഴാണ് അവിടെ സമാധാനവും സ്നേഹം വെളിപ്പെടുന്നത്. നമ്മൾ ഈ ഹല്ലേലൂയ സ്തോത്രം വിവാഹ ജീവിതമൊക്കെ നയിക്കുന്ന മുപ്പിരിച്ചേട് അറ്റുപോകാറില്ല എന്നൊക്കെ പറഞ്ഞവരെ പ്രബോധിപ്പിക്കും. അല്ലെ എന്ന് പറഞ്ഞൊരു ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഇരുന്ന് ഒന്നിച്ച് കുടുംബം പണിതെടുക്കണം. ഒന്നിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം. അപ്പൊ നമ്മുടെ ഭർത്താവും ഭാര്യയും ചേർന്ന് വീട് പണിയുമ്പോൾ അവിടെ സ്നേഹവും വെളിപ്പെടുന്നു. ആ വീട്ടിൽ എത്രമാത്രം പരീക്ഷയുടെ കാറ്റ് വീശിയാലും പോരാട്ടത്തിന്റെ കൊടുങ്കാറ്റ് വന്നാലും ആ ഭവനം തകർന്നു പോകുകയില്ല. കർത്താവാണ് കുടുംബത്തിന് നാഥെങ്കിൽ പോരാട്ടങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ പെരുവെള്ളം പോലെ നിനക്ക് നേരെ കവിഞ്ഞു വരുമ്പോൾ നിന്റെ കുടുംബത്തെയും ഉലച്ചുകളെയും തകർത്തുകളെയും പിശാച് പല പദ്ധതികളുമായി കടന്നു വരുമ്പോൾ യഹോവയാണ് നിന്റെ വീട് പണിയുന്നതെങ്കിൽ ആ വീടിന്റെ അടിസ്ഥാനം നിലനിൽക്കും. പാറമേലിട്ട് അടിസ്ഥാനം ഉറപ്പുള്ളതുപോലെ ക്രിസ്തു എന്ന പാറമേൽ നിന്റെ ഭവനത്തിന്റെ അടിസ്ഥാനം ഉറപ്പായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം പരീക്ഷയുടെ കാറ്റുകൾ കൊടുങ്കാറ്റുകൾ നിങ്ങൾക്ക് നേരെ കടന്നു വരും. ഹല്ലേലൂയ. പരീക്ഷയുടെയും ആമീൻ പരിശോധനയും കൊടുങ്കാറ്റുകൾ കടന്നു വരുമ്പോൾ അതിനെ പ്രാർത്ഥനയോടെ നേരിടണം. ഭാര്യ ഭർത്താക്കന്മാർ വൈകിട്ട് പ്രഭാതത്തിൽ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കും വൈകിട്ട് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക സമയമില്ല. അവർക്ക് ഇവിടുത്തെ റിയാലിറ്റി ഷോകൾ, ഇവിടുത്തെ സിനിമകൾ, ഇവിടുത്തെ സീരിയലുകളൊക്കെ കണ്ട്, ഇവിടുത്തെ കോമഡി വേഷങ്ങളൊക്കെ കണ്ട് അതിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുക. പിശാച് പറയും, ഇന്നലത്തെ സീരിയൽ നീ ഇന്ന് കണ്ടില്ലല്ലോ, ഇന്നലത്തെ കോമഡി ഇന്ന് കണ്ടില്ലല്ലോ, ഇന്നലത്തെ റിയാലിറ്റി ഷോ കണ്ടില്ലല്ലോ, ഇന്നലെ കണ്ട സിനിമയുടെ ബാക്കി നീ കണ്ടില്ലല്ലോ എന്ന് പിശാച് പറഞ്ഞ് നിന്റെ പ്രാർത്ഥന സമയത്തെ അവൻ ചുരുക്കും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവേ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും സന്ധ്യാസമയത്ത് ഈ ലോകത്തിന്റെ കോമാളി വേഷങ്ങൾ കണ്ട് നിങ്ങൾ അതിനകത്ത് ലയിച്ച് സാത്താന്റെ മക്കളായി മാറാതെ, നിന്റെ കുടുംബം സാത്താന്റെ കുടുംബമായി മാറാതെ നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥന ഉയരണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയുടെ ശബ്ദം. മക്കളെ ദൈവവചനം പഠിപ്പിക്കണം. അവരെ പറഞ്ഞ് ഉപദേശിക്കണം. മക്കൾ തെറ്റായ വഴിയിലൂടെ പോകുന്നത് കാണുമ്പോൾ അവർക്ക് നല്ല പാഠം പറഞ്ഞു കൊടുക്കണം. ഭാര്യ ഭർത്താക്കൾ ഐക്യതയോടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കണം. ഹല്ലേലൂയ. അതാണ് കുടുംബം. ഇന്നത്തെ പല കുടുംബങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനയില്ല. ഈ രാവിലെ എഴുന്നേക്കുന്നു, വല്ലതും തിന്നുന്നു, കുട്ടിക്കുന്നു, ജോലിക്ക് പോകുന്നു, മടങ്ങി വീഴുന്നു, വൈകിട്ട് കിടക്കുന്നു, വീണ്ടും രാവിലെ എഴുന്നേക്കുന്നു. അത് തന്നെ അല്ലയോ? എന്തിനാണ് പ്രിയരെ നിങ്ങളുടെ കുടുംബം തകർത്ത് കളയുന്നത്? കുടുംബത്തെ എന്തിനാണ് നീ നശിപ്പിച്ചു കളയുന്നത്? എന്റെ കുടുംബത്തെ നീ പണിയണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസറും. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്തെല്ലാം കാറ്റ് വന്നാലും കൊടുക്കാറ്റ് വീശിയാലും അത് പോരാട്ടങ്ങൾ വന്നാലും നിങ്ങൾക്ക് അതിനെ ജയിപ്പാൻ കഴിയണം. പ്രൈസറും. അവിശ്വാസത്തെ പുറത്തു കളയണം. വിശ്വാസത്തെ നിലനിർത്തണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് സന്തോഷിക്കേണ്ട സമയങ്ങൾ കലഹമായി മാറരുത്. ഹല്ലേലൂയ. പല കുടുംബങ്ങളും കലങ്ങിയ വെള്ളം പോലെ കിടക്കുന്നത്. പല കുടുംബങ്ങളും കലങ്ങിയ വെള്ളം പോലെ, കലക്ക വെള്ളം പോലെ. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ കലക്കുന്നവൻ ആരായിരുന്നാലും, നിങ്ങളുടെ കുടുംബത്തെ കലക്കുന്നവൾ ആരായിരുന്നാലും നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ്. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത് ഭർത്താവും ഭാര്യയും പരസ്പര സ്നേഹത്തോടു കൂടി ഇരുന്നാൽ ആ സ്നേഹം മക്കളിലേക്ക് പ്രവേശിക്കും.
ഭർത്താവും ഭാര്യയും സ്നേഹിക്കുന്നത് കണ്ട അല്ലൊരു ആ സ്നേഹം ആ മക്കളിലേക്ക് വ്യാപരിക്കുന്നത് അല്ലേ. കാരണം ഭർത്താവും ഭാര്യയും സ്നേഹിക്കുന്നത് മക്കൾ കാണുമ്പോൾ മക്കളും വളർന്നു വരുമ്പോൾ അവരും അതേ സ്നേഹത്തിലേക്ക് വരും. അതിന്റെ മക്കൾക്ക് അപ്പനെയും അമ്മയോടും വളരെ സ്നേഹം ഉണ്ടാകും. അതുകൊണ്ട് ആ സ്നേഹത്തിൽ ജീവിക്കുന്ന മക്കൾ പിന്നീട് ആ സ്നേഹം മാതാപിതാക്കന്മാർക്ക് നൽകി അവരെ വാർദ്ധക്യത്തിലും കാത്തു സൂക്ഷിക്കും അല്ലേ. അപ്പൊ നമ്മൾ പറയുന്നതാണ് നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങളുടെ സംസാരമാണ് നിങ്ങളുടെ മക്കൾ ഏറ്റെടുക്കുന്നത് അല്ലേ. നിങ്ങളുടെ പ്രവർത്തികളാണ് നിങ്ങളുടെ മക്കൾ കണ്ടുവളരുന്നത്. നിങ്ങൾ നല്ല നിലയിൽ ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾ നല്ല നിലയിൽ വളർന്നു വരും അല്ലേ. സ്തോത്രം. ചില വീട്ടിൽ ചെന്നാൽ കാണില്ല, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ മരിക്കാൻ കിടക്കുമ്പോഴും മക്കൾ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോയി കാണത്തില്ല, ഞാൻ ചെല്ലത്തില്ല, എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ചില ശാപം പിടിച്ച കുടുംബങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പനും അമ്മയും ചെയ്തു പോയ തെറ്റുകളോട് പൊറുക്കുവാൻ കഴിയാതെ, അപ്പന്റെ അമ്മയുടെ ജീവിതത്തിൽ കുറവൊന്നുമില്ല ക്ഷമിക്കാൻ കഴിയാതെ, മരണസമയത്ത് പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് മരണസമയത്ത് പോലും ഒരു തുള്ളി അമലരിയ ആ വെള്ളം കൊടുക്കൊന്നും ചെന്ന് കാണാൻ കഴിയാതെ കഠിന ഹൃദയരായിരിക്കുന്ന ചില മക്കളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അങ്ങനെയുള്ള മാതാപിതാക്കളും ഉണ്ട് കേട്ടോ. പ്രൈസലോ. എന്തെല്ലാം ഈ ഭൂമി കാണണം, എന്തെല്ലാം ഈ കണ്ടാലേ ഈ ഭൂമി ജീവിക്കാൻ പറ്റുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, സ്നേഹത്തോളം വലുതൊന്നുമില്ല. എല്ലാത്തിന്റെ ഉറവിട സ്നേഹമാ അല്ലേലിയ. നമ്മുടെ ദൈവ സ്നേഹമാ അല്ലേലിയ. അതുകൊണ്ട് അല്ലേലിയ, നിങ്ങൾ ആ സ്നേഹത്തിൽ ജീവിക്കണമെന്ന് പറയും. വാർദ്ധക്യത്തിൽ മാതാപിതാക്കന്മാരെ അളവില്ലാതെ സ്നേഹിക്കുവാനും അവരുടെ മക്കൾക്ക് അവരുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുവാനും ജാഗ്രതയുള്ളവരായി മക്കൾ മാറണമെങ്കിൽ നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കണം. നിങ്ങൾ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുവാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ക്ഷേമത്തോടെ നോക്കണമെങ്കിൽ നിങ്ങൾ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം അല്ലേ. മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ജീവിക്കാൻ കഴിയത്തുള്ളൂ അല്ലേലൂയ. അവർക്ക് മാത്രമേ നിത്യതയിൽ ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അവർക്ക് മാത്രമേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയുള്ളൂ അല്ലേലൂയ. ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും, വ്യാധികൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും, സാമ്പത്തികമായ പരാജയങ്ങൾ കടന്നു വരും, ജോലി കുറവുകൾ ഉണ്ടാക്കാം. അങ്ങനെ അനവധി പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് കടന്നു വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലിരുന്ന് പരസ്പരം വെല്ലുവിളിക്കാതെ പഴിയാരാതെ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനെ ജയിക്കണം ഹല്ലേലൂയ. അതാണ് ജീവിതം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ജീവിതം എന്നൊക്കെ പറയുന്നത് വില കൊടുക്കേണ്ടതാ, അത് ദൈവത്തിന് പ്രാപിക്കേണ്ടതാ ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ ആകയാൽ ചില അമ്മമാർ ആൺകുട്ടികളെയും അപ്പന്മാർ പെൺകുട്ടികളെയും സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില വീട്ടിൽ ചെന്നാൽ അമ്മമാർ എന്ത് ചെയ്യും, ആൺമക്കളെ കൂടുതൽ സ്നേഹിക്കും. ചില വീടുകളിൽ ചെന്നാൽ അപ്പന്മാർ പെൺകുട്ടികളെ വളരെ സ്നേഹിക്കും അല്ലേലിയ. അപ്പൊ അവിടെ പറയണ്ട, അമ്മയ്ക്ക് അവരോടാ സ്നേഹം അല്ലേലിയ, അച്ഛൻ അവളോടാ സ്നേഹം എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ചില കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ. അവരുടെ ഹൃദയത്തിനകത്ത് ചെറുപ്രായത്തിൽ തന്നെ വേദനകൾ ഇട്ട് കൊടുക്കരുത്. അപ്പനും അമ്മയും മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. അതിനകത്ത് വേർതിരിവ് പാടില്ല, മുഖപക്ഷം കാണിക്കാൻ പാടില്ല അല്ലേലിയ. ഭാര്യ ഭർത്താക്കൾ മക്കളെ ഒരുപോലെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ ആ കുടുംബത്തിനകത്ത് ഭിന്നത വെളിപ്പെടാതിരിക്കുകയുള്ളൂ. അപ്പനും അമ്മയും മക്കളോട് മുഖപക്ഷം കാണിച്ചാൽ അല്ലേലിയ, ആ മക്കൾ വളർന്നു വരുമ്പോൾ അത് കുടുംബത്തിനകത്ത് വലിയ അഗ്നിയായത് മാറും, സമാധാനം കെട്ടുപോകും. അതുകൊണ്ട് കുടുംബത്തിൽ പക്ഷപാതമില്ലാതെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് മുറിവേൽക്കയില്ല അല്ലേലിയ. കുടുംബത്തിനകത്ത് പക്ഷപാതമില്ലാതെ മുഖപക്ഷമില്ലാതെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ചെറുപ്രായത്തിനെ മുറിവേൽക്കത്തില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള മക്കളെ നിങ്ങൾ വ്യത്യസ്തമായ നില സ്നേഹിക്കുന്നെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മുറിവേൽപ്പിക്കുക. അതുണ്ടാകരുതെന്നാണ് ദൈവവചനം പറയുന്നത്. ഇസഹാക്ക് തന്റെ മൂത്ത പുത്രനായിരിക്കുന്ന ഏശാവിനെയും റെബേക്ക തന്റെ ഇളയ പുത്രനായിരിക്കും യാക്കോബിനെ സ്നേഹിച്ചു അല്ലേലിയ. അതിനാൽ രണ്ടുപേർക്കും തമ്മിൽ വളരെ കൈപ്പുള്ളതായി അല്ലേലിയ. ഇസഹാക്ക് എന്ത് ചെയ്തു? ഇസഹാക്ക് തന്റെ മൂത്ത പുത്രനായിരിക്കുന്ന ഏശാവിനെ വളരെ സ്നേഹിച്ചു. റിബേക്ക എന്ത് ചെയ്തു? തന്റെ ഇളയ പുത്രനായിരിക്കുന്ന അല്ലേലിയ സ്തോത്രം ഇളയ പുത്രനായിരിക്കും യാക്കോബിനെ സ്നേഹിച്ചു. അപ്പന്റെ അമ്മയുടെയും രണ്ട് വ്യത്യസ്തമായ സ്നേഹങ്ങൾ. അത് മുഖാന്തരം ഇസഹാക്കിന്റെയും റിബേക്കയുടെയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു അല്ലേ. മക്കൾ ഹൃദയത്തിൽ പകയും കയ്പും വന്നു.
തന്മുഖാന്തരം എന്താണ് സംഭവം? ജ്യേഷ്ഠൻ ഇളയ പുത്രനെ കൊല്ലുവാനായി, ഏശാവ് തന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു. അല്ലേ? മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ തുല്യമായി സ്നേഹിക്കണം. നിങ്ങളുടെ മക്കളെ തുല്യമായി സ്നേഹിക്കണം. അതിനു വേണ്ടിയായിരിക്കും നിങ്ങളുടെ ജീവിതം, കുടുംബം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നിരന്തരമായി ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ കാരണമാകും. ഹല്ലേലൂയ. എന്തിനാണ് കുടുംബത്തിനകത്ത് കലഹം? എന്തിനാണ് കുടുംബത്തിനകത്ത് നിലവിളി ഉണ്ടാകുന്നത്? കുടുംബത്തിനകത്ത് ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നത്? പല കുടുംബത്തിൽ ചെന്നാലും കണ്ണുനീരിന്റെ നിലവിളിയുടെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ശാപം കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. ശാപം കുടുംബത്തിനകത്ത് പെരുകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കുടുംബത്തെ ശാപത്തിൻ കീഴിലാക്കുവാൻ നിന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തുല്യമായി സ്നേഹിക്കണം. ഒരു കുടുംബ ശ്രേഷ്ഠത പ്രാപിച്ച സഭയിൽ ശ്രേഷ്ഠത പ്രാപിക്കും. സഭ ശ്രേഷ്ഠമാക്കപ്പെടുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. പല കുടുംബങ്ങളും ചേർന്നതാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് വിളിക്കുന്ന സഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധ ജീവിതം നയിക്കണം. അവരെന്ത് വിശുദ്ധ ജീവിതം നയിക്കണം. അതുകൊണ്ടാണ് 127 സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ആമീൻ, അല്ലേ സോദരൻ. ഇവിടെ അവിടെ ഇങ്ങനെ ഇരുന്നു, അല്ലെ, വീട്ടിലെ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ എന്നാണ്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ. അവരെ കൊണ്ട് തന്നെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാദികൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ആ ഭാഗത്തേക്ക് നമുക്ക് വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എന്റെ ഭാഗം പറഞ്ഞു നിർത്തുകയാണ്. ഹല്ലേലൂയ. വായിച്ച ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഭാര്യമാരോട് പറയണം, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്കും കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതമായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. ആ ഒരു അനുഭവമാണ് ജീവിതം. എത്ര സന്തോഷമെന്നറിയോ? പരസ്പരം കീഴ്പ്പെടുവാനുള്ള, കുടുംബത്തിനകത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ, കുടുംബത്തെ പരിഭാവനമായിട്ട് കൊണ്ടുപോകുന്ന ആ ഭവനങ്ങളൊക്കെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ കിട്ടുന്ന സ്നേഹിത, യേശു വരാൻ സമയമായി. യേശു ക്രിസ്തു മധ്യാകാശത്ത് വരാൻ സമയത്ത് എന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. നിങ്ങൾ തള്ളപ്പെട്ടു പോകരുത്. കുടുംബത്തെ ഇന്നു മുതൽ ക്രിസ്തുവിൽ നിങ്ങൾ പണിതെടുക്കണം. എല്ലാ കയ്പും പകയും ഈർഷ്യയും മാറ്റിവെച്ചിട്ട് സന്തോഷത്തോടെ കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങൾ ഒരുക്കട്ടെ. ഏതെങ്കിലും കുടുംബത്തിനകത്ത് കലക്കവും പ്രശ്നമാണെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഇതുവരെ എന്റെ കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കൊരു മാറ്റം തന്ന എന്റെ കുടുംബത്തിനകത്ത് ദൈവിക സന്തോഷം കുടുംബ സന്തോഷമാക്കി തീർക്കണമെന്ന് എന്നോടൊപ്പം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വര്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അവിടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യമുള്ള സകല കുടുംബങ്ങളിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങളും അവിശ്വാസവും മാറി കർത്താവേ, നല്ല സ്തോത്രം. പരസ്പര വിശ്വാസമില്ലാതെ പരസ്പരം വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന കുടുംബജീവിതങ്ങൾ അനവധി വിവാഹമോചനമായി കോടതിയിൽ കയറിയിറങ്ങുമ്പോൾ, പല കുടുംബങ്ങൾക്ക് നിലവിളി കണ്ണുനീരാകുമ്പോൾ കർത്താവി, മനുഷ്യൻ പാപം വിട്ട് മടങ്ങി വന്ന് ദൈവത്തെ സ്ഥാപിച്ച കുടുംബജീവിതം ക്രിസ്തുവിൽ പണിതെടുത്ത കർത്താവിന്റെ വരവിലൊരുങ്ങുവാൻ സകല ജനത്തെ ഒരുക്കണമേ. കർത്താവി സ്തോത്രം. വലിയ കർത്താവി, സകല ജനത്തിനെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയാട്ട്. കർത്താവിന്റെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഭാരതത്തിനായി ലോക രാജ്യങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. 200 കോടിയിലധികം ജനത്തിന്റെ വിടുതലായി മാനസാന്തരം പ്രാർത്ഥിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവിധാനങ്ങൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, അധികാരികൾ, ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, ഹല്ലേലൂയ, ആമിയുടെ വ്യോമസേനാധികാരികളെ, അതിർത്തികൾ കാക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. എല്ലാം മേഖലയിലേക്ക് ജനത്തിനായി പ്രാർത്ഥിക്കും. കൺഷനുകൾ, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, ആമി യൂണിയനകത്ത്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെയും, സഹകരണ മേഖല, പൊതുവെ സാമ്പത്തിക മേഖലയായിരിക്കുന്നവർ, ചെറുതും വലിയ വ്യാപാരി വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, എല്ലാ ക്ഷീരമേഖലയും കാർഷിക മേഖലയായിരിക്കുന്നവർ, കടയുടെ വാസികളെ, കർത്താവി, തീരദേശവാസി, മത്സ്യബന്ധനങ്ങൾ, കരികളും കമ്പനിയും ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ വിവിധ നിലകളിലായിരിക്കുന്ന എല്ലാ ജനത്തെയും
ഭാര്യ ഭർത്താക്കന്മാർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ പരസ്പരം വിശ്വാസം അർപ്പിച്ച് ജീവിക്കുക. കുടുംബങ്ങൾ തകരാതെ പരപുരുഷ ബന്ധത്തിലേക്ക് ആരും കടന്നു കുടുംബജീവിതത്തിൽ പിശാച് പ്രവർത്തിക്കാതെ കർത്താവ് ഈ പരസ്പരം കുടുംബജീവിതം ക്രിസ്തുവിൽ പണിതെടുപ്പാൻ അത് ദൈവഭവനമായി മാറുവാൻ ദൈവത്തിന്റെ സമാധാനം നിറയുന്ന ദൈവസ്നേഹം നിറയുന്ന കുടുംബങ്ങളായി എല്ലാ കുടുംബത്തെയും കർത്താവ് ദാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭിന്നത വരുന്ന സാത്താന്യ ശക്തികളെ തിരിച്ചറിയോടെ സോഷ്യൽ മീഡിയകൾ കൂടി ഈ കാലഘട്ടത്തിൽ മൊബൈലിൽ വളരെ ദുരുപയോഗം പലരുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അതിനൊക്കെ ജനം വിടുവിക്കപ്പെട്ട് പാപത്തിനടിമകളായി ജീവിക്കാതെ തലമുറകൾക്ക് മാതൃകയുടെ ജീവിതം സഹായിക്കണം. ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തത്തിലും അനുപ്പെടുത്താൻ തടവറയിലായിരിക്കുന്ന സകലരെയും ജീവിതത്തിൽ കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, വ്യാധികൾ, മാരകമായ പ്രതിസന്ധികൾ, മാരകമായ രോഗങ്ങൾക്കെതിരായിരിക്കുന്നവർ, ആമേ ജീവിതം തകർന്നവർ, സാമ്പത്തിക ക്ലേശങ്ങൾ, ആമേ കടബാധയിൽ ഭാരപ്പെടുന്നവർ, ജപ്തി നടപടി നേടുന്നവർ, ദേശരാജ്യം കഷ്ടം സഹിക്കുന്നവർ, വേദനയോട് കടന്നുപോകുന്നവർ, പഠിക്കാൻ പോയി ജോലിക്കായി ചെയ്തവർ, വിവിധ സാഹചര്യങ്ങളോട് പീഡ അനുഭവിക്കുന്ന സാഹചര്യം, മടലായിട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായി എല്ലാവരും ജീവിതങ്ങളുടെ ഉള്ളിൽ സമാധാനം കൊടുക്കണമേ. ഭരണവിരുദ്ധ പാർട്ടികൾ കർത്താവിയോർത്ത് പ്രാർത്ഥിക്കുന്നു. മതസാമൂഹിക സംസ്കാര സംഘടന മാധ്യമ മീഡിയ സയന്റിസ്റ്റ് എഞ്ചിനീയർമാരോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ഒരു ശുദ്ധീകരണം കർത്താവ് കൊടുക്കണമേ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളിലെ പണിയിട്ട് തീവ്രവാദികളും ഭീകരവാദം വർഗീയവാദികളും മദ്യത്തെ മനസ്സിലേക്ക് അടിമപ്പെട്ട് കിടക്കുന്ന എല്ലാ ആമി കർത്താവ് ജനികമായ ജീവിതം നയിക്കുന്ന സകല എണ്ണത്തെയും ദൈവരങ്ങളിൽ പിഞ്ചനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഓരോ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ. സകല മഹത്വം കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.